യെസ്, നമ്മളങ്ങനെ ബുർജ് ഖലീഫയിൽ കയറാൻ വേണ്ടി പോകണം. ബുർജ് ഖലീഫ മാളിൽ നമ്മൾ ഇറങ്ങി. മാളിൽ കുറേ നിന്ന് കടന്ന് മടുത്തു. അപ്പോൾ ഇപ്പോൾ അതിൽ ക്യൂ നിൽക്കുക. ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് ഉള്ളവർക്ക് ഈ ഒരു ക്യൂ ആണ്, ഇല്ലാത്തവർക്ക് അപ്പുറത്ത് വേറെ ക്യൂ ഉണ്ട്. അപ്പോൾ ഇതിലെ 2 ഫ്ലോറാണ് നമുക്ക് ആക്സസ് ഉള്ളത് എന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കയറട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. നമുക്ക് ഇവിടുത്തെ 124 ആൻഡ് 125 ഫ്ലോർസിലാണ് ടിക്കറ്റ്സ് കിട്ടിയേക്കുന്നത്. അവിടെയാണോ വ്യൂവിങ് ഗാലറി എന്നൊന്നും അറിയത്തില്ല. 2 ടിക്കറ്റ് എന്തായാലും കിട്ടി. ഐ മീൻ 2 ഫ്ലോറിലെ ടിക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കയറിയിട്ടില്ലല്ലോ, അപ്പോൾ കയറിയിട്ട് നോക്കട്ടെ അവിടെ എന്താ ഉള്ളത്. നിൽക്കുക. ഇവിടെ 3 ലൈനുണ്ട്. 1, 1, 2, 3. 2 ആണ് ടിക്കറ്റ് ഹോൾഡർ ഉള്ളത്. ഇതെനിക്കൊന്ന് VIP ആണെന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു ഭാഗം 1 അകത്തുണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഈ ക്യൂ അങ്ങനെ പോയിട്ട് അപ്പുറത്ത് നിന്ന് വെരിഫൈ ചെയ്തിട്ട് അകത്ത് കയറ്റുന്നത്. നമ്മൾ മറ്റേ ദുബായ് ഫ്രെയിമിൽ പോയില്ലേ, അതുപോലൊക്കെ തന്നെ. നമ്മൾ ഇതൊന്ന് ലിഫ്റ്റ് കാണുമായിരിക്കും. നമ്മളിപ്പം ഇവിടെ ക്യൂ നിന്നിട്ട് ഇപ്പോഴാണ് വിട്ടതല്ലോ. ക്യൂ കഴിഞ്ഞിട്ട് സമയം ഇപ്പം എത്ര മണിയായി? സമയം 12:55. 1 മണിക്കൂറോളം ക്യൂ നിന്നു. ഇതുണ്ടോ ആൾക്കാർ എസ്കലേറ്റർ അത് കഴിഞ്ഞ് പോകുന്നവരൊക്കെ. നമ്മളിവിടെ എസ്കലേറ്ററിൽ കയറുന്നു. ഇനി എസ്കലേറ്ററിലാണ് ഫുള്ള് നല്ല എലിവേറ്റർ അല്ല ഉണ്ട്. ഇനിയിപ്പോൾ ക്യൂവിൽ നിന്ന് വിചാരിക്കുന്നു. ക്യൂ നല്ല മടുപ്പാട്ടോ. അത്യാവശ്യം വൈഫൈ ഒക്കെ ഉണ്ട്, നല്ല വീഡിയോ സ്പീഡൊക്കെ കേട്ടോ. ദുബായ് മാളിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒരു 200 Mbps ഒക്കെയാണ് സ്പീഡ്. സ്പീഡിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 124, 125 ഫ്ലോറാണ് നമ്മുടെ എൻട്രി ഉള്ളത്. പിന്നെ ഇവിടെ ബുർജ് ഖലീഫ പണിത് കുറേ കാര്യങ്ങളും അങ്ങനെ കുറേ എന്തൊക്കെ മോഡൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഫ്രണ്ടിലോട്ട് പോയി. ബന്ധവും ഞാനും പോസ്റ്റ് വെച്ച് നിൽക്കുന്നു. അവരെല്ലാവരും ക്യൂ നിന്ന് മടുത്ത്. നമ്മളോർത്ത് പെട്ടെന്ന് അങ്ങ് കയറാൻ ലിസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഇതുവരെ മേളിലെത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആൾക്കാരെ നോക്കേണ്ടത് ദുബായ് മാളിൽ ചുമ്മാ വലിയ പർച്ചേസ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് കറങ്ങിയിട്ട്, ഒന്ന് പർച്ചേസിംഗ് ഒന്നും ഇല്ലല്ലോ, കറങ്ങിയിട്ട് ബുർജ് ഖലീഫയിലോട്ട് പൊക്കോളുക. അവിടെ ക്യൂ ഉണ്ട്. ടിക്കറ്റ് ഓൾറെഡി ഉള്ളതാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് തന്നെ അതല്ലേ അപ്പുറത്ത് അവിടെ ഫൗണ്ടറാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ബുർജ് ഖലീഫയിൽ നല്ല ക്യൂ ഉണ്ട്, തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വന്നോളുക. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു, വേറെ ആൾക്കാരെ വീഡിയോ എടുക്കരുത്, അത് സീനാവും, സ്വന്തം ഫേസ് മാത്രം എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വേറെ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്കകത്ത് വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നേരത്തെ വരാൻ നോക്കുക. നല്ല ക്യൂ ഉണ്ട്. നിങ്ങൾ നല്ല ടയേർഡാവും. മറ്റേ ദുബായ് മാളിൽ വരെ നടന്ന് ഭയങ്കര ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ ഇവിടെ അത് പ്ലാൻ ചെയ്ത് വരിക. നമ്മളങ്ങ് ലിഫ്റ്റിൻ്റെ അടുത്ത് വരെ എത്തി. ഇത്ര നേരം നടന്ന് എൻ്റെ പൊന്നു 2 മണിക്കൂർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. 2 മണിക്കൂർ കണ്ടോ? നില പോകുന്ന കാണുന്നത് 30 കണ്ടോ? 40. ഇത് മേലോട്ട് പോകുന്നതാണ്. 47, 48, 49, 50 മീറ്റർ ആടാ. എത്ര മീറ്റർ കയറുന്നുണ്ടെന്ന് 21, 30 സെക്കൻഡ് ഒക്കെ അവിടെ. 60, 78, 69, 70 അങ്ങനെ 3 ലിഫ്റ്റ് ഉണ്ട്. ഈ 3 ലിഫ്റ്റ് ഒക്കെ ആണ് ഇത്ര ക്യൂ. ഇത്ര സ്പീഡിലായിരുന്നെങ്കിൽ എന്നായിരുന്നു നമ്മൾ ഒരു 2 ദിവസം കൊണ്ടെങ്കിലും മേളിൽ ഇവിടെ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തുള്ളൂ. അതുപോലെ ക്യൂ ഉണ്ടായിരുന്നു. ഇത്ര സ്പീഡിൽ പോകുന്നുണ്ടായി ഈ സാധനം. കണ്ടോ ഫ്ലോർ കയറും സ്വിച്ച് ചെയ്യുന്നത്. ആ ലിഫ്റ്റ് വന്നു. എത്ര നില ഉണ്ടോ ഇത്? 125 തോന്നുന്നു. ആണോ? 21, 22, 23, 24, 25, 24. 24 നിന്നു. തുറന്നു. കണ്ടോ ഇവിടെ അനിമേഷൻ കാണിക്കുന്നുണ്ട്. തുറന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലിഫ്റ്റ് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ മീറ്റർ കുറേ 370, 660, 350. ഇത് ഈ കാണുന്നത് മീറ്റർ കുറയുന്നത്. ഈ തൊട്ടപ്പുറത്തേത് സെക്കൻഡ്സ്. ഫ്ലോർ സ്വിച്ച് എന്നാണ് കാണിക്കുന്നത്. 5, 4, 3, 2, 1. കണ്ടോ ഒരു ഫ്ലോറാണ് സ്വിച്ച് ചെയ്യുന്നത്. മേളിൽ നിന്ന് താഴോട്ട് വരുന്നതിൻ്റെ ആയി കാണിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും ഇല്ല നോക്കാം നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ തിരിച്ചു പോകാനുള്ള ക്യൂ ആണ് ആൾക്കാർ നിൽക്കുന്നത്. തെറി പറയുന്നത് എനിക്ക് പേടിയാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. ഒരാൾ സിംഗിൾ എൻട്രി ആണല്ലോ ഈ സാധനം. ഒരാൾ മാത്രമേ കയറാൻ പറ്റുമല്ലോ. തിരക്ക് കുറയ്ക്കാനാടാ.
തിരക്ക് വരുമല്ലേ ഇങ്ങനെ കയറിയാൽ? അല്ലല്ല, എല്ലാവരും കൂടി ഇടിച്ച് കയറി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് നിൽക്കത്തില്ല ഇങ്ങനെ രണ്ടുപേരും പോലെ തള്ളിക്ക്. എൻ്റെ മോനെ, അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു. യെസ് 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 യെസ്. ആ ഇത് ടോപ്പ്. കണ്ട വ്യൂ നോക്ക്. മോനെ, ഇത്ര നേരം ക്യൂ നിന്നത് വർത്തായി നിന്നപ്പോൾ. ഒരുപാട് പേരൊന്നും ഇവിടെ കയറുന്നില്ല. മേളത്തെ നമുക്ക് ആക്സസ് ഒന്നുമില്ല കേട്ടോ, മേളത്തെ ഫ്ലോറിലേക്ക്. മേളിൽ എത്ര ഫ്ലോർ നീ അറിഞ്ഞൂടാ, പക്ഷെ അറ്റം കാണാത്ത പോലില്ല കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ ഇവിടുത്തെ കാണിച്ചു തരാം രണ്ടെന്ന്. ഇവിടെ നൈസാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അത്യാവശ്യം ഈ കുഴപ്പമില്ല, തിരക്കുണ്ടെങ്കിലും നമുക്ക് എടുക്കാനൊക്കെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഫുള്ള് വ്യൂ ആണല്ലോ, ആൾക്കാർ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതില്ലേ. എന്തായാലും സംഭവം കൊള്ളാം. എല്ലാ ഗ്യാപ്പിലും എല്ലാവരും കയറിയിരിക്കുക. അതുകൊണ്ട് ഇവരിടത്തുനിന്ന് കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടേ. പിന്നെ എല്ലാവരും അതിനുവേണ്ടിയാണല്ലോ വന്നേക്കുന്നത്. അപ്പം നടക്കട്ടെ. ഓ, ഇതിന്റെ ബഹളമായി പിള്ളേർ. ആ നൈസ്, കണ്ടോ ബീച്ച് ഇവിടുന്ന് കാണാം. ഇവിടെ ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഉണ്ട് ആൾക്കാരുടെ അവിടെ നിന്നിട്ട്. നമ്മളവിടെ നിന്നല്ലേ ഇറങ്ങി. ഇനിയിപ്പം തിരിച്ച് താഴോട്ട് പോയേക്കുവാണ്. നമ്മൾ ആക്ച്വലി ഫ്രെയിമോ ശരിയാണല്ലോ എന്ന് നോക്കണം. നമ്മൾ ആക്ച്വലി തിരിച്ചിറങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെയാണ് ലിഫ്റ്റ്. അവിടെ 2 ലെയർ ക്യൂ ഉണ്ട്. താഴോട്ടിറങ്ങാനും ഇത്രയില്ല, എന്നാലും കുറച്ച് ക്യൂ നിൽക്കണം. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ. ഇവിടുത്തെ വെയിലായി. അതുകൊണ്ട് വിസിബിലിറ്റി കുറഞ്ഞു, ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. ഞാൻ കണ്ടടാ ഇരിക്കുന്നുണ്ടോ മേളിലവര്. നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് ബുർജ് ഖലീഫയിൽ നിന്ന് ഇറങ്ങി കുറേ നേരം ഒരു അരമണിക്കൂർ ക്യൂ നിന്നു. എന്നിട്ട് നമ്മൾ വണ്ടി വരാൻ ലേറ്റായി. അവിടെ അരമണിക്കൂർ നിന്നു. എൻ്റെ പിന്നെ തിരിച്ച് നമ്മൾ റൂമിൻ്റെ അടുത്തെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കട വന്ന കേട്ടോ. ഇവിടെ നമ്മൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. അവിടെയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരി.